യെസ്, ലാസ്റ്റ് കോളർ പറഞ്ഞോളൂ. നമസ്കാരം. പറയൂ. ഓക്കെ, നമസ്കാരം. എന്റെ ചോദ്യം ജസ്റ്റിസ് അപ്പനോടാണ്. ഓക്കെ, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സപ്യൻ, ഇപ്പോ ആരിഫിൻ്റെത് ഞാൻ കേട്ടിട്ടുണ്ട് പല പിന്നെ വീഡിയോസിലും. ആരിഫ് എങ്ങനെയാണ് മതം വിട്ടത്, മതത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കാനുള്ള ഒരു ആവശ്യം ലഭിച്ചതെന്നൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഇപ്പൊ ജസ്റ്റിസ് സപ്യൻ എങ്ങനെയാണ് ആ ഒരു, അതായത് ഒരു ഫസ്റ്റ് എങ്ങനെയാണ് ആ ഒരു തിരിച്ചൊരു നല്ല ചോദ്യം. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആ ഒരു 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 എന്താ സ്പാർക്ക് വന്നത്, അതൊന്ന് പറയാൻ പറ്റുമോ? പിന്നെ ആരിഫിന്റെ ഓക്കെ. സാപ്പിയൻ, ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചതായതുകൊണ്ട് പലതും അന്നേ പറഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ ഇതുവരെ ചോദിക്കാഞ്ഞത്. സത്യം പറഞ്ഞാൽ സാപ്പിയൻ ആരാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതും ഇതും കൂടി ചേർത്തൊന്ന് അങ്ങോട്ട് പൂച്ചിക്കോ. ഒരു കാര്യമുണ്ട് സപ്യൻ പറയുന്നതിന് മുമ്പ്, ഒരു കാര്യമുണ്ട്. ഇപ്പൊ ആരിഫിന്റെ കേസിൽ എനിക്കറിയാം, ആരിഫിന്റെ വീട്ടില് പേരൻസ് ഒക്കെ എനിക്കൊന്നു സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പൊ അതിന്റെ പ്രിവിലേജ് ഉണ്ട്. അപ്പൊ ആരിഫിന് കുറച്ചുകൂടെ തിങ്ക് ചെയ്യാനും സ്പാർക്ക് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ അക്കാഡമിക്കലി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ സാപ്പിയൻ അതുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അതുകൂടെ ഒന്ന് ഇതിനകത്ത് വിഷയമാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാന് ഒരു എക്സ്പോയ ആണ്. ഞാൻ അതറിയാമല്ലോ, അറിയില്ലെന്ന് തോന്നുന്നു. അത് തന്നെ പറയാം, ഞാനൊരു എക്സ്പോയ ആണ്. അപ്പോ ഞാൻ എന്റെ വീട്ടിലെല്ലാരും പൊതുവെ പറയുകയാണെങ്കിൽ സ്ത്രീകളെല്ലാവരും നമസ്കരിക്കുന്ന കൂട്ടത്തിലാണ്. ആണുങ്ങള് എന്റെ ഗ്രാൻഡ് ഫാദറും എന്റെ ഫാദറൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്റെ കുട്ടിക്കാലത്ത്. അപ്പൊ അവരും പള്ളിയിൽ പോയിട്ട് അവരും നിസ്കരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ നമ്മളൊന്നും അങ്ങനെ നിർബന്ധിക്കാറുണ്ടായിരുന്നില്ല ആൺകുട്ടികളെയൊന്നും. പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും മതം അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഹിന്ദു മെജോറിറ്റി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ തറവാട് വീട് പാർട്ടീഷനായിട്ട് പല പല സ്ഥലങ്ങളിലേക്ക്, അതിന്റെ സറൗണ്ടിങ്സിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പോയത് കുറച്ചും കൂടി ഒരു ഹിന്ദു പോപ്പുലേറ്റഡ് ഏരിയയിലായിരുന്നു. പിന്നെ എന്റെ ഫാദറിനും ഹിന്ദു സുഹൃത്തുക്കളും ബിസിനസ് പരമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ പുള്ളിയുടെ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ടൊക്കെ അത്തരം ആൾക്കാരൊക്കെ വീട്ടിൽ വരിക. അതുപോലെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്റെ മദറാണെങ്കിൽ അത്ര പണ്ടത്തെ 4ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അപ്പൊ അത്യാവശ്യം ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൂട്ടി വായിക്കാനൊക്കെ പറ്റും. LKG UKGയിലൊക്കെ എന്റെ ആ ഒരു 91 ആ ഒരു കാലഘട്ടത്തിൽ LKGയിലൊക്കെ പോകുന്ന എന്റെ പെങ്ങളുടെ കുട്ടികൾക്കൊക്കെ അവർക്ക് വേർഡുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. അത്രക്കൊക്കെ കുറച്ച് ഇംഗ്ലീഷ്, അല്ലാണ്ട് ഇംഗ്ലീഷ് അറിയാന്നല്ല, പഴയ കാലത്തെ, അതായത് അവരുടെയൊക്കെ ഒരു നമ്മള് പറയുകയാണെങ്കിൽ 47 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു മദറിന്റെ ബർത്ത് ഇയർ. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള 4ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളതാണ് 4ാം ക്ലാസ് പാസ്സാവുക എന്ന് പറയുന്നത്. പക്ഷെ ആസ് യൂഷ്വൽ അത് കഴിഞ്ഞ് മുസ്ലിം വീട്ടുകളിൽ പഠിത്തം നിർത്താന്നുള്ള രീതിയിൽ പഠിത്തം നിർത്തിയത് കൊണ്ടായിരിക്കാം. അപ്പം എന്റെ വീടിന്റെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആരിഫിന്റെ പറഞ്ഞതുപോലെ ആൾക്കാരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരു വീടായിരുന്നു. കാരണം ആരെങ്കിലും അത് പുറമേ നിന്നുള്ള ആണുങ്ങളോ അല്ലെങ്കിലും അയൽവാസികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉമ്മയൊക്കെ ഞങ്ങളുടെ ഈ മുസ്ലിം കുടുംബങ്ങളിൽ അന്നത്തെ കാലത്ത് അത് കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക് അറിയായിരിക്കും, മറ്റുള്ളവർക്ക് കണ്ടിട്ട് അറിയായിരിക്കും. ഈ നമ്മുടെ വാതിൽക്കൽ ഒരു കർട്ടൻ ഉണ്ടാവും. ആ കർട്ടന് പിറകിൽ മറിഞ്ഞു നിന്നിട്ട് നമ്മൾ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. പർദ്ദയൊന്നും ഇടൂല. അന്നൊന്നും കേരളത്തിൽ പർദ്ദയില്ല. പക്ഷെ എന്നാലും വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ടൊന്നും ആൾക്കാർ അന്യ പുരുഷന്മാരോട് സംസാരിക്കില്ല. പക്ഷെ എന്റെ വീട്ടില് അങ്ങനെ സംസാരിക്കും. ഒരാൾ വന്നു കഴിഞ്ഞാൽ വരാന്തയിൽ വന്നിട്ട് അവരോട് എന്താ കാര്യം എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു സാഹചര്യമായിരുന്നു. വലിയ വിദ്യാഭ്യാസം എന്നുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. എന്റെ ജ്യേഷ്ഠൻ തന്നെ ഞാനാണ് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് 10ാം ക്ലാസ് പാസ്സാവുന്നത്. ജ്യേഷ്ഠൻ ദർസിലൊക്കെ പോയിട്ടുണ്ട്. പല കുറച്ച് ദൂരെയുള്ള അടുത്ത ജില്ലയിൽ ഉള്ള ദർസിലെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ ആള് വഴി പിരിഞ്ഞു പിന്നീട്. പക്ഷെ ഇപ്പോഴും അവരൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഉസ്താദുമാരെ വീട്ടിൽ വിളിച്ചിട്ട് നേർച്ച ചെയ്യുക, അത് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഭക്ഷണത്തിന് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും, ആ ഒരു രീതിയേ ഉള്ളൂ. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ഇതില് കൂടുതലും ഹിന്ദു സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ് മിങ്കിളായിട്ടാണ് ഞാൻ വളർന്നത്. പക്ഷെ എന്റെ കുടുംബങ്ങളിലൊക്കെ എപ്പോഴും എനിക്ക് അതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികളോട് കൂടെ പോകണു, അവരെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അവര് നമ്മളെ വീട്ടിൽ വരും,
സ്വതന്ത്രമായിട്ട് പെരുമാറും. അതാണ് എൻ്റെ ബേസിക്. പക്ഷെ ഞാനും പള്ളിയിലൊക്കെ പോവുമായിരുന്നു. അങ്ങനെ തുടർന്ന് പോയി നമ്മളൊരു ഹൈസ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ഒരു മുതിർന്ന പുരുഷനാവും, സ്വാതന്ത്ര്യം കിട്ടും. അപ്പൊ നമുക്ക് അത്യാവശ്യം സിനിമക്കൊക്കെ പോകാം. അങ്ങനെ നമ്മൾ സിനിമക്കൊക്കെ പോകാൻ തുടങ്ങി. എൻ്റെ നാട്ടിൽ കുറച്ചും കൂടി കൾച്ചറലി ക്ലബ്ബുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നതും അവിടെയൊക്കെ പല പല പ്രോഗ്രാംസ്, ഓണം, ക്രിസ്മസ്, പെരുന്നാള്, എല്ലാത്തിനും ആഘോഷങ്ങൾ ഉണ്ടാവും. പിന്നെ വാർഷികങ്ങൾ ഉണ്ടാവും, നാടകം, സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ ഈ VCR ഒക്കെ എടുത്തിട്ട് സിനിമ കാണിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, ക്ലബ്ബുകൾ, പൊതു പ്രദർശനം, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ സജീവമായിട്ടുണ്ടാവും. കായിക മേഖലകളിലെല്ലാം നമ്മൾ പങ്കെടുക്കുന്നില്ലെങ്കിലും അത് സംഘടിപ്പിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലം, ഒരു യുവത്വം ആണ് എൻ്റെത്. പക്ഷെ ഒരു 91 വരെ, കോളേജ് വരെയൊക്കെ അത്യാവശ്യം, ഹൈസ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ വെള്ളിയാഴ്ച ആൾക്കാർ ആരെങ്കിലും കസിൻസൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നൊക്കെ വന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകേണ്ടി വരും. അങ്ങനെ പള്ളിയിൽ പോകാറുണ്ട്, സ്കിപ്പ് ചെയ്യും. പക്ഷേ വീട്ടിൽ നിന്ന് സംസാരം കൊണ്ട് എന്താ നീ പോകാത്തത്, നീ എന്താ ചെയ്യാത്തത്, നമുക്കാണെങ്കിൽ അത്ര ധൈര്യവും ഇല്ല, വലിയ അറിവുകളും ഇല്ല. ഇന്നത്തെ പോലെ ഈ യൂട്യൂബും കാര്യങ്ങളും ഈ സ്വതന്ത്ര ഇന്ത്യ, ഫേസ്ബുക്കൊന്നും വന്നിട്ടില്ലല്ലോ. അതിന് മുന്നേയുള്ള കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരാളാവുന്നതല്ല. പിന്നെ ഈ വയൽ പരിപാടികൾ കേൾക്കാൻ വേണ്ടിയിട്ട് വല്യുപ്പ കൊണ്ടുപോകും. അപ്പൊ ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഏറ്റവും വലിയ ആകർഷണം ഈ രാത്രി 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം ഒക്കെയാണ് ഇത് തുടങ്ങുക. അപ്പൊ ഇത് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നിറയെ ഇഞ്ചിമിഠായി, കടല വറുത്തത്, പിന്നെ ചുക്ക് കാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കച്ചവടങ്ങൾ ഈ വയൽ നടക്കുന്ന മദ്രസയുടെ കോമ്പൗണ്ടിന് പുറത്തുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് വാങ്ങിച്ചു തരും നമ്മൾ കുട്ടികൾക്ക്. അതൊരു അട്രാക്ഷനാണ്. അപ്പൊ ഇതിങ്ങനെ കുറച്ചു നാൾ കേട്ടപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് വർഷം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അതിൽ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു 3 ദിവസത്തെ പരിപാടിയാണെങ്കിൽ ആദ്യത്തെ ദിവസം സ്വർഗവും നരകവും, പിന്നെ രണ്ടാമത്തെ ദിവസം കുടുംബത്തിലെ സ്ത്രീയോ നരകത്തിലെ സ്ത്രീ, അങ്ങനെ എന്തോ ഒരു സാധനം, പിന്നെ 3-ാമത്തെ ദിവസം ആയിഷയുടെ ദാമ്പത്യം, ആയിഷയുടെ ദാമ്പത്യം. ഈ 3 അത് ഭയങ്കര ആയിഷയുടെ ദാമ്പത്യം വരുമ്പോഴേക്കും പിന്നെ കുറെ ഭയങ്കര സെക്സ്, മറ്റേ ഇന്ന് യൂട്യൂബിൽ പറയണത് പോലെ തന്നെ അത് ഹൂറിമാരും മറ്റേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, ഇതെന്താ ഈ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ, എന്താ മറ്റുള്ള മനുഷ്യന്റെ വിഷയങ്ങൾ സംസാരിക്കാത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ എതിർപ്പുകളൊക്കെ വരും. പക്ഷെ അടിയോ ഇടിയോ വഴക്ക് പറയലോ ഒന്നുമില്ല. കാരണം ഞാൻ കോളേജുകളിലൊക്കെ എത്തി, പ്രീ ഡിഗ്രി പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ലോ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ലോ പഠിക്കാൻ വേണ്ടി പോയപ്പോ പിന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ആരെയും വകവെക്കാതെ കാര്യങ്ങൾ നമ്മൾ പള്ളിയിൽ എന്നാലും നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും വിരുന്ന് വരുമ്പോൾ അവരുടെ മുന്നിലൊക്കെ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ആണെങ്കിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന സമയത്തും ആദ്യകാലങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു 2000 ഈ ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ പൂർണ്ണമായി വിട്ടു. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് സംസാരിക്കുന്നവരോട് അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതൊരു ഗ്രാജുവൽ മാറ്റമാണ്. ശരിക്കും ഓരോരാളിന്റെ ഒരു സ്പാർക്ക് വരുന്നതാണ്. അത് നമ്മുടെ സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ നമുക്ക് വരും. ആൾക്കാർ ചെറിയ പ്രായത്തിൽ ഒരു UP സ്കൂൾ, ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഉസ്താദുമാരുമായിട്ട് വഴക്കിട്ടതിന് വീട്ടിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. കാരണം ഇതുപോലെ തലതെറിച്ച ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. മതിയോ? അതെ, ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഞാനൊരു എക്സ് ക്രിസ്ത്യനാണ്. അപ്പം എനിക്ക് ഒരു മതത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ബൈബിൾ വായിച്ചത് തന്നെയാണ്. കാരണം ചില കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം തോന്നി, അതിനെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ ആരിഫിനെ വിളിക്കുന്ന പലരും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കത് അറിയില്ല, ഞാൻ അത് വായിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു സാധാരണ വിശ്വാസിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ, റിസോഴ്സസ് തന്നെയാണോ? അപ്പൊ ഇവരിത് വായിച്ചിട്ട് എത്രയോ വിശ്വാസികളിൽ കുറച്ച് ശതമാനം മാത്രമാണ് തിരിച്ചു ചിന്തിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പം ക്രിസ്ത്യൻസിന്റെ കാര്യത്തിൽ പലർക്കും എതിരഭിപ്രായം ഉണ്ട്. അവരത് മനസ്സിൽ സൂക്ഷിക്കും, അത് കാണിക്കത്തില്ല. പിന്നെ ഇതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അവർ പള്ളിയിലൊക്കെ പോയി ഒരു വിശ്വാസം എന്നുള്ള രീതി കാണിക്കും. ആരും തന്നെ അത് പ്രവർത്തിക്കുന്നവരല്ല.
അത് നമുക്കറിയാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇപ്പം ഇസ്ലാം വിഭാഗത്തിലുള്ളവർ കാര്യമായിട്ട് പ്രാർത്ഥനയും ചടങ്ങുകളും ഒക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ വായിക്കുമ്പം ഇങ്ങനെ വായിക്കാറുണ്ട്, നിങ്ങൾ വീടുകളിൽ വായിക്കാറുണ്ടോ? ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ മതം വിടുന്നവർ കൂടുതലുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഉണ്ട്. വായന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം ഇന്നിപ്പോ വായനക്ക് പകരമായിട്ടാണ് ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും എഴുത്തുകളും സോഷ്യൽ മീഡിയ എഴുത്തുകളും ഓൺലൈനിലായിട്ടുള്ള വായന തന്നെ. നമ്മള് ഇത് പ്രിന്റഡ്, നമ്മുടെ കാലത്തിൽ പ്രിന്റഡ് വായനയാണ്. അപ്പൊ നമ്മള് പഠിത്തത്തിനുള്ള സാധനങ്ങൾ മാത്രമല്ല, ജനറൽ ആയിട്ട് നമുക്ക് പഞ്ചായത്ത് ലൈബ്രറികളുണ്ട്. അന്നത്തെ കാലത്തൊക്കെ എല്ലാ പഞ്ചായത്തുകളിലും ലൈബ്രറികളും വളരെ സജീവമായിരുന്നു. ഇന്നിപ്പം ലൈബ്രറികൾ നമ്മളടുത്ത് സെസ് വാങ്ങിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാ ജനവിഭാഗവും വീട്ടുനികുതി ഭൂനികുതി ഒക്കെ അടക്കുമ്പോൾ ലൈബ്രറി സെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫുള്ളായിട്ട് ഉണ്ടാവില്ല. പഞ്ചായത്ത് നികുതിയിൽ പഞ്ചായത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇതായിട്ട് അടക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ടാവും. അതിന്റെ സ്പ്ലിറ്റ് ഇപ്പം കമ്പ്യൂട്ടറിൽ വരുമ്പോൾ ആ സ്പ്ലിറ്റിൽ കാണാൻ പറ്റാറുണ്ട്. പല ഇതിലും കാണാറുണ്ട്. ഒരു ലൈബ്രറി സെസ് ഉണ്ടാവും, പ്രത്യേകിച്ചിട്ട് പുതിയ വീടൊക്കെ എടുക്കുന്ന സമയത്ത്. പക്ഷെ എന്നാൽ നമ്മളെ ലൈബ്രറികളിൽ നിന്ന് അത്ര നന്നായിട്ടല്ല പോണത്. പണ്ട് കാലത്ത് നല്ല രീതിയിലാണ് എല്ലാ ലൈബ്രറികളും മാക്സിമം ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ പ്രമുഖരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും പുസ്തകങ്ങൾ. അങ്ങനെയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. അങ്ങനെ വായിച്ച പുസ്തകങ്ങളുണ്ട്. പിന്നെ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു, കാരണം എനിക്കതൊരു ഇസ്ലാമികമായിട്ട് ഒരുപാടായിട്ട് ജീവിച്ചു വന്നു എന്നുള്ള ഒരു ഇതില്ല. നമ്മുടെ ഫാമിലി ഒക്കെ ഫുൾ ഓർത്തഡോക്സ് ഫാമിലിയാണ്. അവിടെ നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകളുണ്ട്. ഞാൻ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനോ പോകാതെ മുങ്ങി നടക്കുന്ന അവസ്ഥകളുണ്ട്. കാരണം നമ്മൾ ഒറ്റപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. പക്ഷെ 91 എനിക്ക് തൃശ്ശൂരില് ഒരു ബന്ധുവിന്റെ കൂട്ടിരിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കൂട്ടിരിപ്പിന് പോയപ്പോൾ അവിടെ അവരുടെ ഒരു കസിന്റെ വീട്ടിലാണ് ഞാൻ മലബാറിൽ നിന്നാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ മണ്ണുത്തിയിലുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ബന്ധുവായിട്ടുള്ള ഒരു ആളുടെ ആശുപത്രിയിലുള്ള സഹായത്തിന് വേണ്ടിയിട്ട് പോയതാണ് ഞാൻ പഠിക്കുന്ന കാലത്ത്. അപ്പൊ ആ സമയത്ത് അവിടെ അയൽവക്കത്ത് ഉണ്ടായിരുന്നത് ഒരു ചേകന്നൂരിയൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ആളും ഇതുപോലെ നന്നായിട്ട് വായിക്കുന്ന ആളും അന്നത്തെ കാലത്ത് ഞാനൊരു ടീനേജ് കഴിഞ്ഞ് ഒരു ഇതാകുന്ന സമയത്ത് ആള് നമ്മളെക്കാളും കുറച്ച് മുതിർന്ന ആളാണ്. കുറച്ച് യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ആളാണ്. അപ്പൊ ആള് ഇങ്ങനെ പരിചയപ്പെട്ട് ഒരാഴ്ചയിലധികം ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആളെ പരിചയപ്പെട്ടു. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആള് വരും. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന ആളാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് യൂസഫുൽ ഖർദാവിയുടെ ഒരു ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേഷൻ തന്നു. വലിയൊരു ബുക്കാണ്. അത് ഇപ്പോഴും എൻ്റെ എവിടേക്കോ വേണം. അത് ഞാൻ കുത്തിയിരുന്ന് വായിച്ചു. അതില് ഓരോ ആയത്തിനും താഴെ അതിന്റെ വിശദീകരണങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്ന് മനസ്സിലാവാത്ത കുറെ ഭാഷകളൊക്കെ നമ്മൾ ഡിക്ഷണറി വെച്ചിട്ടും ഇതൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ കുറിച്ചിട്ട് അത് കുത്തിയിരുന്നത് വായിച്ചപ്പോഴാണ് ഫുള്ളൊരു ഖുർആൻ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അതിനുശേഷം പിന്നെ ഓഡിയോ ഖുർആനുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ തർജ്ജമകള് ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും കിട്ടിയിട്ടുണ്ട്. മലയാളം തർജ്ജമകൾ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ചുള്ള ഒരുപാടില്ലെങ്കിലും ആ കാലഘട്ടത്തിൽ കുറച്ച് വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ മുന്നേക്കെ ഇങ്ങനെ വേറെ വേറെ ഗ്രൂപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എസൻസ് അല്ലെങ്കിൽ ആദ്യം യുക്തിവാദി സംഘടനകളാണ്. അപ്പൊ അവരുടെ പീരിയോഡിക്കൽസ് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ AT കോവൂരിന്റെ പുസ്തകങ്ങൾ അത് ഭയങ്കര താല്പര്യത്തോടു കൂടി ആ 2 പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അതില് ഒരുപാട് കാര്യങ്ങൾ വന്നു. അപ്പൊ നമ്മൾ ശരിക്കും അത് വെറും മതം മാത്രമല്ല, സ്വതന്ത്ര ചിന്ത എന്താണെന്നുള്ളതും ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ കൂടുതൽ കിട്ടുന്നത് എല്ലാവരും ജബ്ബാർ മാഷും രവീന്ദ്രനും ഡോക്ടർ വിശ്വനാഥനും അങ്ങനെയുള്ള എല്ലാവരും കൂടി സ്വതന്ത്ര ലോകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2012 10 കാലഘട്ടത്തിലൊക്കെ അതിനൊക്കെ പോകാൻ തുടങ്ങി. ഫേസ്ബുക്കില് മറ്റത് സ്വതന്ത്ര ചിന്താ കൂട്ടായ്മകളുടെ ഗ്രൂപ്പുകളൊക്കെ വന്ന് അന്നൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അവിടുന്ന് പിന്നെ സ്പ്ലിറ്റുകൾ വന്ന് ഇപ്പൊ ഒരുപാട് അത് പിന്നെ സ്വതന്ത്ര ചിന്തകര് പൊതുവെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടും, അത് സ്വാഭാവികമാണ്. നമ്മൾ പിന്നെ അങ്ങനെ ഒന്നും പ്രത്യേക ഒരു വിഭാഗത്തിലൊന്നുമില്ല. പക്ഷെങ്കിൽ
നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു വിഭാഗത്തിന്റെ ചാപ്പ അടിച്ചിട്ട് അവർ തരുന്നുണ്ട്. അത് നമ്മൾ അതിന് ഇതാക്കാനൊന്നും പോകാറില്ല. നമ്മൾ എല്ലാത്തിനും പോകും. ഇപ്പൊ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഇപ്പം ലിറ്റ്മസിന് പോണതൊന്നും അത് സംഘികളുടെ കൂട്ടായ്മയാണെന്ന് പറഞ്ഞാലും നമ്മൾ പോകാറുണ്ട്. നമ്മൾ മറ്റുള്ളതിനും ഇത് എല്ലാത്തിനും പോകാറുണ്ട്. സമയം കിട്ടിയാൽ പോകും. സമയവും അവസരവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. ഇപ്പം നേരത്തൊക്കെ കുറെ കിട്ടുമായിരുന്നു. പിന്നെ ഈ ഡിങ്കന്റെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിങ്കമതം സ്ഥാപിക്കപ്പെടുന്നതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കോഴിക്കോട് മാനാഞ്ചിറയിൽ. അതില് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡിങ്കമത സംഭവങ്ങൾ നടന്നതിന്റെ എന്തെങ്കിലും പഴയ കാല തെളിവുകൾ കയ്യിലുണ്ടോ? എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഉണ്ടായിരുന്നു എന്റെ അടുത്തുള്ളത്. അതിന്റെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്റെ അടുത്തുള്ളത്. പിന്നെ വേണം എന്റെ ലാപ്ടോപ്പിൽ അതില് അത് ഞാൻ പബ്ലിക്കായിട്ട് ഒരു മതം വിട്ടവനാണ്, സ്വതന്ത്ര ചിന്തകനാണ് എന്നൊക്കെ ഇത് വീട്ടുകാരും നാട്ടുകാരും അറിയണത് ഈ ഡിങ്കമത സ്ഥാപനത്തിന്റെ അന്ന്. പൊതുവെ ഇപ്പം ഈ ലിറ്റ്മസിനൊന്നും മീഡിയക്കാര് വരാത്തതുപോലെ അന്നും വരില്ലായിരുന്നു. കോഴിക്കോട് മാനാഞ്ചിറയുടെ തൊട്ട് ചേർന്നിട്ട് സ്പോർട്സ് കൗൺസിൽ ഹാൾ ഉണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പൊ ഞങ്ങള് ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ള കൂട്ടായ്മയിലുള്ള ആൾക്കാര് ഒരു 10-50-100 പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ഉച്ച കഴിയുമ്പോഴേക്കും ആ ഹാള് നിറഞ്ഞു. നമ്മൾ വൈകുന്നേരമാണ് ഈ ലിംഗമതത്തിന്റെ ഉദ്ഘാടനം, പ്രഖ്യാപനം, ലിംഗമത പ്രഖ്യാപനം എന്നായിരുന്നു ഇതിന്റെ പേര്. അപ്പൊ അത് ഹാള് നിറഞ്ഞു കവിഞ്ഞു. അതിന്റെ LICന്റെയും ആ മാനാഞ്ചിറ മൈതാനത്തും ആൾക്കാർ നിൽക്കുന്ന അവസ്ഥ വന്നു. അപ്പൊ ഇവർ 1-2 റിപ്പോർട്ടർമാരെ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെറുതെ സ്ക്രിബിൾ ചെയ്ത് പോയിട്ട് വാർത്ത കൊടുക്കുന്ന ആൾക്കാരില്ലേ, വീഡിയോ ചാനലും അങ്ങനെ ഒന്നും. പക്ഷെ അന്ന് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. മനോരമയുണ്ട്, ഏഷ്യാനെറ്റ്, സൂര്യ, ഇന്ത്യ വിഷൻ, അങ്ങനെയുള്ള ഒരു 5-6 ചാനലുകൾ അന്നുണ്ട്. അപ്പൊ അവര് ഈ ജനക്കൂട്ടം ഈ പിള്ളേര് വിളിച്ച് പറഞ്ഞപ്പം വീഡിയോ ക്യാമറ ഒക്കെ ആയിട്ട് അവർ അരച്ചു വന്നു. അപ്പം ജബ്ബാർ മാഷുണ്ട്, ചേക്കുട്ടി മാഷുണ്ട്. പിന്നെ അപ്പം ഈ MM അക്ബറിനെ കളിയാക്കിയിട്ട് ഒരു സ്കൂപ്പും അതാണല്ലോ, പിന്നെ ഒരു സ്കൂഫാണല്ലോ ഇത് ഈ ഡിങ്കമതം എന്ന് പറയുന്നത്. അപ്പൊ MM അക്ബറിനെ കളിയാക്കിയിട്ട് ഡിങ്കമതവും ശാസ്ത്രം എന്നുള്ള രീതിയിൽ ഡിങ്കന്റെ സയൻസ്, ഡിങ്കമതത്തിലുള്ള സയൻസുമായിട്ടുള്ള ബന്ധം അത് ഒരു അരമണിക്കൂർ എത്രയാണെന്ന് വെച്ചാൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ സംസാരം പറഞ്ഞിട്ട് അതിനെ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനത് ഈ ജബ്ബാർ മാഷ പ്രസംഗിച്ചു, ചെക്കുട്ടി മാഷ പ്രസംഗിച്ചു. അതിനുശേഷം ഞാൻ പ്രസംഗിക്കുന്ന സമയത്താണ് ഈ ചാനലുകാർ മൊത്തം കയറി വരുന്നത്. അപ്പൊ അവരത് ഷൂട്ട് ചെയ്തു. നമ്മൾ ഡിങ്കന്റെ, എനിക്ക് കുറച്ച് ഓർമ്മയുണ്ട്, ഡിങ്കന്റെ ചുവന്ന ഷഡ്ഡി, സൂര്യോദയം, പിന്നെ മഞ്ഞ, അതൊക്കെ സൂര്യന്റെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് മല തുറക്കുന്ന സംഗതികള്, അത് ദൃഷ്ടാന്തങ്ങൾ, അങ്ങനെ കുറച്ച് ദൃഷ്ടാന്തങ്ങൾ. അപ്പം ഈ സാധനം ഞാൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവര് വന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇവര് വന്ന് ഷൂട്ട് ചെയ്തിട്ട് അന്ന് രാത്രി ഞാൻ ജബ്ബാർ മാഷിന്റെ വണ്ടിയിലാണ് തൃശ്ശൂരിലേക്ക് വരുന്നത്. ജബ്ബാർ മാഷും വേറെ രഹന ഫാത്തിമ ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്നെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇറക്കി പാതിരാക്ക്. ഞാൻ വീട്ടിലെത്തി. പിറ്റേന്ന് വർക്കൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചക്ക് ശേഷം ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് അയൽവാസികളും ബന്ധുക്കാരൊക്കെ, നിങ്ങൾ ഡിങ്കമതത്തിന്റെ ആളാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ TV കാണിച്ചു. അപ്പം മറ്റെന്താണ് മനോരമയിൽ തിരുവാതിര എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി പ്രോഗ്രാം ഉണ്ട്. അവര് ശരിക്കും കളിയാക്കിയിട്ട് കാണിച്ചാണെങ്കിലും അവർ ഒരുപാട് കാണിച്ചായിരുന്നു ആ പരിപാടി. അന്ന് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരുവിധ ചാനലുകളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ മതം സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട്. ചാനലുകളിൽ ഇത് യൂട്യൂബിൽ തെരഞ്ഞെടുത്തതല്ല, ഞാനത് കോപ്പി ചെയ്തിട്ട് ആ തിരുവാതിരവേടത് എനിക്കൊരു ഫ്രണ്ട്, എനിക്ക് അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിന്റെ ഒരു സുഹൃത്ത് IT വർക്ക് ചെയ്യുന്ന ഒരാള് ആണ് ഇത് കോപ്പി ചെയ്തിട്ട് എങ്ങനെയോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അയച്ചു തന്നത്. ഒരു ക്ലിപ്പ് എന്റെ അടുത്ത് വേണം. അങ്ങനെ ഒരു കണക്ഷൻ എനിക്കുണ്ട് ഡിങ്കമതത്തിന്റെ സ്ഥാപകൻ എന്നുള്ള. ഡിങ്കോയ്സ് ഉണ്ടല്ലോ, അതിലെ ഡിങ്ക ബാങ്കൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ.
അല്ല ഇത് എന്നാ പിന്നെ ഇതൊരു കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആക്കിയിട്ട് ഇത് സ്പൂഫായിട്ട് തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു മതമായിട്ട് വരുത്തിയാൽ എന്താണ് ഒരു പുതിയ മതമാകത്തില്ലേ? അപ്പൊ ഇവർക്കെല്ലാം ഒന്നും പറയാൻ പറ്റാതാവും. അങ്ങനെ തന്നെയാണ് അല്ല, വേണ്ടത്. അത് ശരിക്കും കൊണ്ടല്ലോ. അത് ലിംഗ മതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മതത്തില് എല്ലാം പറയണത് പോലെ അന്നത്തെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് യൂട്യൂബ് ഇത്രയധികം ഫ്രീ ആയിട്ടില്ല അന്ന്. കാരണം യൂട്യൂബിൽ ഒരു സാധനം അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇത് ഫേസ്ബുക്കില് ലിംഗമതം, ഫേസ്ബുക്ക് ആയിരുന്നല്ലോ പ്രധാന സോഷ്യൽ മീഡിയ മതവിമർശനത്തിന്റെ കേന്ദ്രം. അവിടെ ലിംഗമതം പടർന്ന് പന്തലിച്ചുള്ള ഒരു മതമായിരുന്നു. പിന്നീട് ഇപ്പം ഇത് ഈ പിന്നെ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മ, യുക്തിവാദ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഫേസ്ബുക്കിലേക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പൊ ആരിഫ്, ലിയാഖത്ത്, ജബർ മാഷ്, രവീന്ദ്രൻ, അങ്ങനെ എല്ലാവരും യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങി. അതിന് കൂടുതൽ റീച്ച് വന്നു, കൂടുതൽ ആൾക്കാർ കേൾക്കാൻ തുടങ്ങി. കേൾവി ഒരു ഇതാണല്ലോ, വായനേനേക്കാളും കൂടുതൽ വായിക്കാൻ അറിയാത്തവർ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതല്ലേ എല്ലാവരും ലിംഗമത വിശ്വാസികൾ തന്നെയല്ലേ. ഇപ്പൊ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ലിംഗമത വിശ്വാസികളാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു 3-eyed Raven. നമുക്ക് എന്തായാലും ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ സാപ്പിയൻ എന്തായാലും പങ്കുവച്ചതിന് നന്ദി. നമ്മൾ കുറെ കാലമായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഓർമ്മിപ്പിച്ചതിന് വലിയ നന്ദി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.